നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ മുന്നിൽ എപ്പോഴും സന്തോഷവാനായിരിക്കുക. അത് അവരെ കൊല്ലുന്നതിനു സമമായാണ് അനുഭവപ്പെടുക. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കിപത്രമാണ് നമ്മൾ ഓരോരുത്തരും. ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുമായുള്ള സംഭാഷണത്തിനിടയിൽ പതിവിലും കൂടുതൽ അവരുടെ കണ്ണുകൾ ചിമ്മാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക. നിങ്ങൾ മാറിയെന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നു മാത്രമാണ്. സുന്ദരമായ ശരീരമുള്ള സ്ത്രീ ഒരു രാത്രിക്ക് നല്ലതാണ്. എന്നാൽ സുന്ദരമായ ഹൃദയമുള്ള സ്ത്രീ ജീവിതകാലം മുഴുവൻ നമുക്ക് നല്ലത് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആകട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടാകും. അതാണ് ജീവിതം. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താല്പര്യം നന്നേ കുറവാണ്. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്. മൃദുലഹൃദയനായ ഒരാളെ വേദനിപ്പിക്കരുത്. അമിതമായ ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. നിങ്ങൾ സ്വയം വിശദീകരിച്ചതിന് ശേഷവും ഒരു സ്ത്രീ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നതെന്ന് അവൾ ശരിക്കും ചിന്തിക്കുകയാണ്. ആളുകൾ എപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ അവർക്കുണ്ടായ വികാരത്തോടു കൂടി നമ്മളോട് പറയണമെന്നില്ല. പക്ഷേ അവർ അവരുടെ ഭാവങ്ങളിലൂടെ നിങ്ങളെ കാണിക്കും. അവരുടെ ഭാവങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ കരയുമ്പോൾ അതിനർത്ഥം അവൻ അസ്വസ്ഥനാണെന്ന് മാത്രമല്ല, അവന്റെ വികാരങ്ങൾ നിങ്ങളുമായി പങ്കിടേണ്ടതിന്റെ ആവശ്യകത അവന് അനുഭവപ്പെടുന്നുവെന്നുമാണ്.